ഉസാമ മോനെ എന്താ പിടിച്ചോ കൊടി, നീ ആ നാട്ടിലേക്ക് പോണം, എന്നിട്ട് നിന്റെ ബാപ്പ ഷഹീദായ സ്ഥലത്ത് പോയി ആ ശത്രുക്കളോട് നിന് കണക്കായ പകരം നീ ചോദിക്കണം, ബാപ്പ ഷഹീദായ മണ്ണിൽ നീ ജയിച്ചിട്ട് വരണം എന്ന് പറഞ്ഞു ഉസാമ റളിയല്ലാഹുവിന്റെ കയ്യിൽ അഷ്റഫുൽ ഖൽഖായ ഹബീബായ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടി കൊടുത്തു. സംഭവം വിശദീകരിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല. എന്റെ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, ദായികൾ, നാം ദായികൾ, അതേ സുഹൃത്തുക്കളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ വാഹകർ, തൗഹീദിന്റെ വാഹകർ, നാം ഞഞ്ഞാമുഞ്ഞ പറയേണ്ടവരല്ല, നാം രാജകീയമായി സംസാരിക്കേണ്ടവരാണ്. നാം സ്വഭാവത്തിന്റെ ഏറ്റവും ഉയർന്ന ദർജ കാണിക്കേണ്ടവരാണ്, വിനയത്തിന്റെ ഏറ്റവും ഉയർന്ന ദർജ കാണിക്കേണ്ടവരാണ്. ഇനിയും തന്നെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, ബദറുകൾ ഉണ്ടാകുമ്പോൾ തന്നെ പിറകെ ഒരു ഉഹുദ് വരുന്നുണ്ടെന്നുള്ള ബോധം നമ്മൾ മറന്നുപോകാൻ പാടില്ല. ബദർ സന്തോഷത്തിന്റെ ദിവസമായിരിക്കാം, ആ സന്തോഷത്തിൽ അമിതമായി ആഹ്ലാദിച്ചു പോകരുത്. പക്ഷെ ത്യാഗം സഹിച്ചവർ ചിലപ്പോൾ ആഹ്ലാദിച്ചെന്ന് വരാം, പക്ഷെ ആഹ്ലാദത്തിന് കടിഞ്ഞാണിട്ടോളണം. തീരെ ആഹ്ലാദിക്കരുതെന്ന് പറയാൻ നാം തയ്യാറില്ല. കാരണം മക്കം ഫത്ഹിന്റെ സമയത്ത് സഹാബാക്കളെ ആഹ്ലാദം പ്രകടിപ്പിച്ചിരുന്നു. മക്കം ഫത്ഹിന്റെ സമയം ഏതാണ്ട് 10ലധികം വരുന്ന കുടുംബത്തിന്റെ നേതൃത്വത്തിന്റെ കയ്യിൽ കൊടി കൊടുത്തുകൊണ്ടാണ് 10,000-ഓളം വരുന്ന അനുയായികളുമായിട്ട് റസൂലുള്ളാഹി തങ്ങൾ മക്കയിൽ പ്രവേശിക്കുന്നത്. ഓരോ ഗോത്രത്തിന്റെ തലവന്മാർക്ക് അടയാളത്തിന് വേണ്ടി ഓരോ കൊടി നബി തങ്ങൾ നൽകി. അതിൽ ഒരു ഗോത്രത്തിന്റെ കൊടി നൽകപ്പെട്ട ചെറുപ്പക്കാരൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഹാദാ യൗമുൽ മുൽഹിമ യൗമുൻ അദല്ലല്ലാഹു ഖുറൈശ. ഇന്നത്തെ ദിവസം പകപോക്കലിന്റെ ദിവസമാണ്, പകതീർക്കലിന്റെ ദിവസമാണ്, പ്രതികാരത്തിന്റെ ദിവസമാണ്. ശരിയാ, അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് മുസ്ലിമീങ്ങൾ, അത്ര കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഖുറൈശികൾ മുസ്ലിമീങ്ങളെ, അത്ര നൊന്തിട്ടുണ്ട് അവർ. ആ നോവിന്റെ ഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നപ്പോൾ ഇച്ചിരി ഒന്ന് ആഹ്ലാദിച്ചു പോയി. ആ ആഹ്ലാദത്തിൽ അവർ അസഹായ പറഞ്ഞ വാക്കാണ്, ഇന്നത്തെ ദിവസം പ്രതികാരത്തിന്റെ ദിവസമാണ്. ഹാദാ യൗമുൽ മുൽഹിമ യൗമുൻ അദല്ലല്ലാഹു ഖുറൈശ. ഖുറൈശി കൂട്ടത്തെ അല്ലാഹ് നിന്ദിച്ച ദിവസമാണ്, ഖുറൈശി കൂട്ടത്തെ അല്ലാഹ് പരിഹസിച്ച ദിവസമാണ് ഇന്ന്. ഈ രീതിയിൽ സംസാരിച്ചു. റസൂലുള്ളാഹി തങ്ങൾ ഇടപെട്ടു, കൊടി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങി. റസൂലുള്ളാഹി തങ്ങൾ അതിനെ കൺട്രോൾ ചെയ്തു. ആ അമിതമായ ആവേശത്തെ, ആ അമിതമായ സന്തോഷ പ്രകടനത്തെ അല്ലാഹു റസൂൽ നിയന്ത്രിച്ചു. കൊടി വാങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ ബാപ്പാന്റെ കൈ കൊടുത്തു. റസൂലുള്ളാഹി തങ്ങളുടെ ആ തന്ത്രജ്ഞതയാണ്. ബാപ്പാന്റെ കൈ കൊടുത്തു. അപ്പം മോന്റെ അടുത്ത് ബാപ്പന്റെ അടുത്ത് മോനിക്ക് പ്രശ്നം ഉണ്ടാവില്ലല്ലോ. എന്നിട്ട് ബാപ്പാനോട് പറഞ്ഞു, നിങ്ങൾ ഉറക്കെ വിളിക്കിൻ, നിങ്ങൾ ഉറക്കെ വിളിക്കിൻ. എന്താ വിളിക്കണതറിയോ? ഹാദാ യൗമുൽ മർഹമ യൗമുൻ അഅസ്സല്ലാഹു ഖുറൈശ. ഇന്നത്തെ ദിവസം കാരുണ്യത്തിന്റെ ദിവസമാണ്, പ്രതികാരത്തിന്റെ ദിവസമല്ല. ഇന്നത്തെ ദിവസം ദയയുടെയും സ്നേഹത്തിന്റെയും ദിവസമാണ്. ഇന്നത്തെ ദിവസം ഖുറൈശി കൂട്ടം അവരുടെ ഉന്നതമായ പദവിയിലെത്തുന്ന ദിവസമാണ്. എങ്ങനെയുണ്ട്? ഇതാണ് ദായി സ്വീകരിക്കേണ്ടത്. തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ, KNM-ന്റെ പ്രവർത്തകന്മാരോട് ഉടമസ്ഥനായ റബ്ബ് ഇടപെടുകയും മനസ്സ് നിറച്ചും സന്തോഷവും സ്നേഹവും തരികയും ചെയ്യുമ്പോൾ നാം കൂടുതൽ നമ്മുടെ നാക്കുകൾ അടക്കണം, നാം കൂടുതൽ വിനയാന്വിതരാവണം, നാം കൂടുതൽ സഹനമുള്ളവരാകണം. അമിതമായി ആഘോഷിക്കുന്നവരാവരുത്. ആഘോഷിക്കേണ്ടി വരും, ചിലപ്പോൾ നോവുകൾ അനുഭവിച്ചവരാണ് ആഘോഷിക്കേണ്ടി വരിക. പക്ഷെ നിർബന്ധമായും കൺട്രോൾ ചെയ്തേ പറ്റൂ. എന്തുകൊണ്ട്? ഓരോ ബദറിന് ശേഷവും ഒരു ഉഹുദ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളെ പറ്റി സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം ബദർ സന്തോഷത്തിന്റെ ദിവസമാണ്, വിജയത്തിന്റെ ദിവസമാണ്, ആഹ്ലാദത്തിന്റെ ദിവസമാണ്. ബദറിൽ നിന്ന് തിരിച്ചു വരുന്നത് വിജയവൈജയന്തി വരത്തിക്കൊണ്ടാണ്, ആഹ്ലാദം പ്രകടിപ്പിച്ച് തക്ബീറും ചൊല്ലിക്കൊണ്ടാണ്. പക്ഷെ ഒറ്റ കൊല്ലം കഴിഞ്ഞു ഉഹുദിന്റെ രണാങ്കളത്തിൽ അതിന് പകരം ഒരുപാട് നോവേണ്ടി വന്നു. ഉഹുദ് രണാങ്കളത്തിൽ പരാജയത്തിന്റെ കയ്പ് നീ അനുഭവിക്കേണ്ടി വന്നു. ഉഹുദ് രണാങ്കളത്തിൽ 70 ബദറിൽ കാഫിരീങ്ങൾ ചത്തു, പകരം 70 മുഅ്മിനീങ്ങൾ ഷഹീദായി ഉഹുദിൽ. എന്തിനാണ് അല്ലാഹു തആല ഇങ്ങനെ കണക്കൊപ്പിച്ചത്? എനിക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ബദറിൽ 70 കാഫിരീങ്ങൾ ചത്തു, അബൂജഹലടക്കം. ഉഹുദിൽ 70 മുഅ്മിനീങ്ങൾ ഷഹീദായി. എന്തിനാ അല്ലാഹു ഇത്ര കൃത്യമായ കണക്കൊപ്പിച്ചത്? എനിക്ക് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ. ഓ മുഅ്മിനീങ്ങളെ, ഈമാന്റെ പേരിൽ കിട്ടുന്ന സന്തോഷം, ഈമാന്റെ പേരിൽ കിട്ടുന്ന ആഹ്ലാദം, അത് ഇവിടെ അമിതമായി പ്രകടിപ്പിച്ച് നിങ്ങൾ ഒരു ഉഹുദിനെ വിളിച്ചു വരുത്തരുത്. അത് ആഖിറത്തിലേക്ക് സന്തോഷം നിങ്ങൾ നീട്ടിവെച്ചോളണം. ഇനിയും നിങ്ങളുടെ ദൗത്യം തുടരണം. ഇല്ലെങ്കിൽ ഒരു ഉഹുദ് പടിവാതിൽക്കൽ കാത്തിരിക്കുന്നുണ്ട് ഈ സന്തോഷത്തിന്റെ പകരം നിൽക്കാൻ. ഇവിടെ ആരാണ് കൂടുതൽ പക്വത ഉണ്ടാക്കേണ്ടത്?
ആരാണ് ഇവിടെ കൂടുതൽ സ്വീകരിക്കേണ്ടത്, സഹനം സ്വീകരിക്കേണ്ടത്? അള്ളാഹു ആരെയാണോ സ്നേഹിച്ച് എന്ന് ഉറപ്പുള്ളത് അവരാണ് കൂടുതൽ പക്വമാകേണ്ടത്, അവരാണ് കൂടുതൽ സ്നേഹാലുക്കളാവേണ്ടത്. അതുകൊണ്ട് ഞാൻ വളരെ വ്യക്തമായി ലോകത്തുള്ള മുഴുവൻ തൗഹീദിന്റെ പ്രബോധകന്മാരോടും പറയട്ടെ, നാം വരും നാളുകളിൽ രാജാക്കന്മാരാകണം, സഹനത്തിന്റെയും സ്നേഹത്തിന്റെയും പടയാളികളാകണം. കാരണം എന്താ? നമ്മുടെ നോവുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെട്ട ദിവസങ്ങളാ, നമ്മുടെ വേദനകളും നോവുകളും മാറ്റി ഇടപെട്ട ദിവസങ്ങളാ. നാം ഒരു പതിറ്റാണ്ട് ചെയ്താലും തീരാത്ത ജോലി ദിവസങ്ങൾ കൊണ്ട് അല്ലാഹു പൂർത്തിയാക്കി തന്നിരിക്കുകയാ. ഈ ഒരു ബോധം നമുക്കുണ്ടാവണം, ഈ ഒരു ബോധം നമുക്കുണ്ടാവണം. ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, ഇതൊക്കെ പറയാൻ നീ ആരാണെന്ന്. ശരിയാ, ഞാൻ ആരുമല്ല. ഇതെല്ലാം ഒരു നിമിത്തം മാത്രമാണ് സുഹൃത്തുക്കളെ, സഹോദരന്മാരെ. എന്നെ സംബന്ധിച്ചിടത്തോളം ദഅവത്തിന്റെ വഴിയിൽ, പ്രബോധനത്തിന്റെ വഴിയിൽ ഉള്ള ഇൽമു വെച്ച് സലഫുകളായ സലഫിയത്ത് എന്താണെന്ന് സലഫുകളിൽ നിന്ന് പൂർണ്ണമായും ഗ്രഹിച്ചെടുത്ത് ലോകത്തെ പഠിപ്പിച്ച സലഫിയത്തിന്റെ കാവൽഭടന്മാരായ ഷെയ്ഖ് ഇബ്നു തൈമിയ്യയെ പോലെ റഹ്മഹുല്ലാ, ഇബ്നുൽ ജൗസിയെ പോലെ, ഇബ്നു അബ്ദുൽ വഹാബിനെ പോലെ ആ പ്രഗത്ഭന്മാരായ ഹദീസ് വിപ്ലവകാരികൾ ലോകത്ത് വരുത്തിവെച്ച മാറ്റങ്ങൾ ഗ്രന്ഥവായനയുടെയും അർഹതപ്പെട്ടവരിൽ നിന്ന് കേട്ടതിന്റെയും പേരിൽ സാഹചര്യത്തിനും ചുറ്റുപാടുകൾക്കും സമ്പ്രദായങ്ങൾക്കും നാട്ടാചാരങ്ങൾക്കും എതിരിൽ ഈ മഹത്തുക്കളുടെ കാൽപാദങ്ങളെ അള്ളാഹുവിനോട് ദുആ ചെയ്ത് ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ച്, യാത്രയിലൂടെ ചിന്തിച്ച്, ഉസ്താദുമാരിൽ നിന്ന് കിട്ടാനില്ല, സംഘടനകളിൽ നിന്ന് കിട്ടാൻ ഒരു സംഘടന